വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേ ഒപ്റ്റിക്സിൻ്റെ എക്സാമ്പിൾ 9.4 ആണ്. പൊതുവേ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടുതലും ബോർഡ് എക്സാംസിനൊക്കെ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. Suppose while sitting in a car, you notice a jogger approaching towards you in the side concave mirror. R is equal to 2 meter. If the jogger is running at a speed of 5 meter per second, how fast the image of the jogger appear to move? അപ്പം എത്ര ഫാസ്റ്റ് ആയിരിക്കും? ഇമേജ് സ്പീഡ് ഓഫ് ദ ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഇതിലേതിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് 39 എടുക്കാം. 39 എടുത്താൽ u is equal to -39 മീറ്ററിന് എടുക്കാം. നമ്മൾ ഫോക്കൽ ലെങ്ത് r/2 ആണെന്നറിയാം. സോ r 2 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്കറിയാലോ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് v is equal to fu by u minus f. സോ f തന്നിട്ടുണ്ട് 1 ഇൻറ്റു ഇറ്റ്സ് എ കോൺവെക്സ് മിറർ. കാരണം എന്താ, റെയർ വ്യൂ മിറർ ഇസ് എ കോൺവെക്സ് മിറർ. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് പോസിറ്റീവാണ്. പക്ഷേ ഇമേജ് ഡിസ്റ്റൻസ് കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിരിക്കും. സോ -39 by -39 minus 1 ദാറ്റ് ഈസ് 39/40 എന്ന് നമുക്ക് കിട്ടും. ഇനി ഓരോ സെക്കൻഡിലും 5 മീറ്റർ കടക്കുന്നുണ്ട്. അതെങ്ങനെ എനിക്ക് മനസ്സിലാവും ഓരോ സെക്കൻഡിലും 5 മീറ്റർ എന്ന്? ആ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് കോൺസ്റ്റൻറ്റ് സ്പീഡായ 5 മീറ്റർ പെർ സെക്കൻഡിലാണ് ജോഗർ മൂവ് ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ്. അതായത് 5 മീറ്റർ ഓരോ സെക്കൻഡിൽ. അപ്പോൾ ഓരോ സെക്കൻഡിൽ 5 മീറ്റർ കിടക്കുന്നുണ്ട്. അതായത് ആദ്യം 39 മീറ്റർ ആയാൽ പിന്നെ കുറഞ്ഞ് എത്ര വരും? ഒരു 5 മീറ്ററും കൂടെ കൂട്ടണം. അതായത് -5 ചെയ്താലും മതി, 34 മീറ്ററിലേക്ക് എത്തും. അപ്പോൾ ഇപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ എത്രയാണ്? u 34 മീറ്ററാണ്. -34 മീറ്റർ. അപ്പോൾ അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 34/35 എന്ന് കിട്ടും. മുമ്പ് ഇതേ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. ഇതേ ഇക്വേഷൻ വെച്ചിട്ട് ഇനി അപ്പം അവിടെ ഒരു ഷിഫ്റ്റ് നടക്കുമല്ലോ. ഈ 39 നിന്ന് ഉണ്ടായ ഇമേജ്, ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി. ആ ഇമേജും 34 ആകുമ്പോൾ വേറൊരു ഇമേജ് ഉണ്ടോ, അത് തമ്മിലുള്ള ഷിഫ്റ്റ്, അതായത് ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ആ ഒരു ഷിഫ്റ്റ് മനസ്സിലാവും. ആ ഒരു സ്പീഡിലാണ് ഇമേജ് ട്രാവൽ ചെയ്യുന്ന സ്പീഡെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഡിഫറൻസാണ് ഇമേജിൻ്റെ ട്രാവൽ ചെയ്യുന്ന സ്പീഡെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം 39/40 - 34/35 ചെയ്താൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല സ്പീഡിന് വേണ്ടി, സമയം കളയാതിരിക്കാൻ വേണ്ടി. 1/280 എന്ന് എനിക്കറിയാം. ഇത്രയും മീറ്ററാണ് ഇത് ട്രാവൽ ചെയ്തത്. മീൻസ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇനീഷ്യലി ഉള്ള ഇമേജ് ഡിസ്റ്റൻസ് ഫൈനലി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് 34 മീറ്റർ ആവും. 5 മീറ്റർ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് 34 മീറ്റർ ആവുന്നത്. ഇത്ര ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചെയ്യുമ്പോൾ ഇത്രയും മീറ്റർ. അത്രയും മീറ്റർ ഒരു സെക്കൻഡിലാണ്. സോ 2 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഇമേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നമുക്കറിയാം എത്ര ഡിഫറൻസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത്രയും മീറ്റർ കിടക്കുന്നത്. അപ്പോൾ അത്രയും മീറ്റർ ഒരു സെക്കൻഡിലാണ് കിടന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമുക്കറിയാമല്ലോ ഡിസ്റ്റൻസ് ബൈ ടൈമാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 1/218 ഡിവൈഡഡ് ബൈ 1 സെക്കൻഡ്. ദാറ്റ് ഈസ് 1/218 മീറ്റർ പെർ സെക്കൻഡ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. 9 മീറ്ററിൻ്റെ ടെക്സ്റ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 9 മീറ്ററിൻ്റെ കൂടെ കാണിച്ചു തരാം. ബാക്കി രണ്ടെണ്ണം നിങ്ങൾ തന്നെ ചെയ്യണേ. നമുക്കറിയാം 9 മീറ്റർ. അപ്പം നമ്മൾ v കണ്ടുപിടിക്കുന്നു. മൈനസാണ്. -9 ഇൻറ്റു 1/-9 - 1 ദാറ്റ് ഈസ് 9/10 എന്ന് കിട്ടുന്നു. സോ നമുക്കറിയാം 9 മീറ്റർ
-5 ചെയ്യണം. കാരണം റിയർ വ്യൂ മിററിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഒബ്ജക്റ്റ്. അടുത്തോട്ട് വരുമ്പോൾ അടുത്ത 5 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ, ഒരു സെക്കൻഡിൽ 5 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് 4 മീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും ഇപ്പോഴത്തെ യു എന്ന് പറയുന്നത് 4 ആണ്. അതായത് യു ഡാഷ് എടുക്കാം. അപ്പോൾ വി ഡാഷ് എത്ര ആയിരിക്കും? -4 × 1/-4 - 1, ദാറ്റ് ഈസ് 4/5 എന്ന്. ഇനി വി മൈനസ് വി ഡാഷ് ചെയ്യണം. 9/10 - 4/5 × 2 × 2, 9/8/10, ദാറ്റ് ഈസ് 1/10 എന്ന് കിട്ടും. 1/10 മീറ്ററിന് കിട്ടും. ഇതാണ് ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. സോ അപ്പോൾ സ്പീഡ് എത്ര? 1/10 m/s. പിന്നെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, അത്ര വലിയ കൺഫ്യൂസിങ് ഒന്നുമല്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ബാക്കി 2 എണ്ണം തന്നെ ചെയ്യാൻ നോക്കണം, 29ഉം 19ഉം. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.